പെട്ടെന്ന് തന്നെ പണി തീർക്കലാട്ടോ ഇന്നത്തെ ഉദ്ദേശം. അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു. ക്യാരറ്റ് തോരൻ അങ്ങോട്ട് ആക്കി വെച്ചു. ഇനി കുറച്ച് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ ഒരാഗ്രഹം. ആകെ 3 മാങ്ങ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി മുഴുവനും ഞാൻ തിന്നങ്ങോട്ട് തീർത്തു. ഇന്നാണെങ്കിലേ നെയ്യെ കുഴിച്ചിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ആട്ടോ. നെയ്യിൽ തന്നെയാണ് കടുക് കറിവേപ്പിലയും മുളകൊക്കെ മൂപ്പിച്ചിട്ടേക്കണതും. ഇനിയിപ്പോൾ കുറച്ച് ബീഫ് റോസ്റ്റും അച്ചാറും കൂടെ ഉണ്ട്. അപ്പം പിന്നെ ഉച്ചക്കത്തെ പരിപാടി അങ്ങോട്ട് കഴിഞ്ഞു. കുറേ നാളായിട്ടേ ഈ ചെറിയൊരു പാത്രത്തിലിരുന്ന ആമ്പലിനെ ഞാൻ ഈ ഒരു പൊട്ട ബക്കറ്റാണെങ്കിലും അതിനകത്തോട്ട് അങ്ങ് നടാമെന്ന് വിചാരിച്ചു. നമ്മൾ യൂസ് ചെയ്യാണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ബക്കറ്റാണ് കേട്ടോ. അതിനകത്തോട്ട് അങ്ങോട്ട് വെക്കുകയാണെങ്കിൽ കുറച്ച് സ്പേസും കൂടി ഉണ്ടല്ലോ. ഇതുവരെ സോയി ഒന്ന് വന്ന് നോക്കിപ്പോയെങ്കിലും വെള്ളം ഒഴിക്കുന്ന കണ്ടപ്പം ആശാത്തിക്ക് ഒരു കൗതുകം. അതും വായം പൊളിച്ച് നോക്കി കണ്ടിട്ടാ. ഈ മഞ്ഞ ചാക്കിലിരിക്കുന്നത് നിറയെ മണ്ണാണ് കേട്ടോ. നമുക്കിനി ചെടികളൊക്കെ നടണമെന്നുണ്ടെങ്കിൽ മണ്ണ് ആവശ്യമാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ തന്നെ സ്റ്റോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് വേറൊരു കാര്യം. അപ്പോൾ ആമ്പൽക്കുളമൊക്കെ ഏകദേശം സെറ്റായി. വെള്ളം അങ്ങനെ കലങ്ങാതെ ഞാൻ ഒഴിച്ചു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസങ്ങളിൽ അതും കാണാം കേട്ടോ. അങ്ങനെ വിശന്ന് കുടലിരിഞ്ഞപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരെ വന്ന് ഞാൻ അതേ ചോറിനായിരുന്നിട്ടുണ്ട്. എനിക്ക് ബീഫ് റോസ്റ്റും കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ട് ഒരു മുട്ടയൊക്കെ പൊരിച്ച് ഞാൻ പിന്നെ അതേ കുശാലിട്ട് ഉണ്ടാന്ന് വിചാരിച്ചു. മാമ്പഴ പുളിശ്ശേരി, ക്യാരറ്റ് തോരൻ, മുട്ട പൊരിച്ചതും അച്ചാറൊക്കെ കൂട്ടി നന്നായിട്ട് അങ്ങോട്ട് മുണങ്ങി.